ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സുബേറിക്ക തങ്കച്ചനോട് പറയുക, തങ്കച്ച ഇതെനിക്ക് അറിയാവുന്ന ഒരു പയ്യനാ, മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ അവൻ പിന്നാലെ എടുത്തോളും, തൽക്കാലം അവനിപ്പോൾ ജോലി ചെയ്തോട്ടെ, എന്നിട്ട് അവൻ പൈസ തരും, ഇല്ലെങ്കിൽ ഞാൻ തരും, തങ്കച്ചനൊന്ന് സഹായിക്കണം. അവനാണെങ്കിൽ കുറച്ച് കുഞ്ഞുകുട്ടി പരാധീനതകളൊക്കെ ഉള്ള പയ്യനാ. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ യൂണിയനും മെമ്പർഷിപ്പും ഉള്ളവരെ കൊണ്ട് മാത്രമേ പണിയെടുപ്പിക്കൂ. വിഷ്ണു ഇതെല്ലാം കണ്ടോണ്ടാ ലോറിയിൽ ഇരിപ്പുണ്ട്. വിഷ്ണു ചോദിക്കുക, എന്താ സുബേറിക്ക അവിടെ കാര്യം? ഇവരൊക്കെ ആരാ? അത് യൂണിയൻകാരാ. യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുമെന്ന്. അതിനെന്താ സുബേറിക്ക, അത് എടുക്കാവല്ലോ. ആദ്യം വണ്ടി ഓടിച്ചൊന്ന് കാശുണ്ടാക്കട്ടെ. എൻ്റെ ചേട്ടന്മാരെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമ്പോഴാ ആളുകൾ ഇങ്ങനെ പണിക്കൊക്കെ ഇറങ്ങി തിരിക്കുന്നത്. പണിക്ക് കയറി പച്ച പിടിച്ചെങ്കിൽ മാത്രമല്ല ഉള്ളൂ മെമ്പർഷിപ്പിനൊക്കെ കാശ് തരാൻ പറ്റത്തുള്ളൂ. നീ ഇങ്ങോട്ട് ഇറങ്ങ്, അതിനകത്തിരുന്നൊന്നും കൂടുതൽ പച്ച പിടിക്കണ്ട. തങ്കച്ചൻ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല. വിഷ്ണു കമലിനോട് പറയുക, കമല ഐശ്വര്യമായിട്ട് അടിയിൽ തന്നെ തുടങ്ങണമെന്നാ തോന്നുന്നത്. ഇവന്മാരുടെ നിപ്പും പടുതിയും കണ്ടിട്ടാണെങ്കിൽ എൻ്റെ കൈ ധരിച്ചിട്ട് പാടില്ല. എന്താടാ ഇപ്പൊ ചെയ്യുക? ആശാനിപ്പം നമ്മുടെ പഴയ ആശാനായിട്ട് മാറിയിട്ടുണ്ട്. അവന്മാര് 4 പേരല്ല 40 പേര് വന്നാലും അവന്മാരെ നമ്മൾ അടിച്ചു വിടിട്ടിട്ട് പോവുകയും ചെയ്യും. എൻ്റെ ആശാന്റെ മനോധർമ്മം പോലെ അങ്ങ് ചെയ്യ്. വിഷ്ണു ഒരു പൊട്ടിച്ചിരിയോടെ പറയുക, ഈശ്വരൻ്റെ അരുളപ്പാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റുവോടാ? പിന്നത് ഈ വരുന്നവന്മാരുടെ വിധി. എങ്കി വാടാ കമല എന്നും പറഞ്ഞ് വിഷ്ണുവും കമലനും ആ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങുവാണ്. വിഷ്ണു ഒരാക്കി ചിരിയോടെ യൂണിയൻ നേതാവിനോട് ചോദിക്കുക, എന്താ ചേട്ടന്മാരെ ഇവിടെ പ്രശ്നം? അതെ, ഞങ്ങൾ യൂണിയൻകാരാ. ആയിക്കോട്ടെ, അല്ല എന്തിനാ ഞങ്ങളെ ഇങ്ങനെ തടയുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. യൂണിയന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളെയും ഞങ്ങൾ ജോലിയെടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ യൂണിയൻ പ്രവർത്തനമൊക്കെ നല്ലതാ, പക്ഷേ അതൊരാളുടെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എന്താടാ നീ അപ്പം മുട കാണിക്കുവാണല്ലേ? വിഷ്ണു ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് കൈയൊക്കെ കുടഞ്ഞിട്ട് പറയുക, ഈ സാധാരണക്കാരനെന്ന നിലയിൽ ഒരഭിപ്രായം പറഞ്ഞതാ സുഹൃത്തെ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, അപ്പോഴെന്തെങ്കിലും പണിയെടുത്താലല്ലേ ജീവിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. യൂണിയൻ മെമ്പർഷിപ്പ് 50,000 രൂപയെ, അത് നീ തന്നിട്ട് ഇവിടെ നീ ലോറി എടുക്കൂ. വിഷ്ണു ചോദിക്കുക, ഭീഷണിയാ? അതെ, ഇപ്പോഴത് ഞങ്ങൾക്ക് വാശിയാ. കാരണം എന്താന്ന് വെച്ചാല് നിന്റെ സംസാരത്തിൽ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. പൊതുവെ ഞങ്ങൾക്ക് ഈ അഹങ്കാരികളെ ഒട്ടും ഇഷ്ടമല്ല. അഹങ്കാരികളെ ഒന്നുമല്ല, കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരാളെയും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയുന്നതല്ലേ നല്ലത്. സുബേർക്ക, ദാണ്ട് ഞങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങളെന്താ പുറത്തുനിന്ന് നിങ്ങൾ ആളെ ഇറക്കിയിരിക്കുവാണോ? ഇവന്റെ സംസാരം കേട്ടിട്ടേ അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് മണക്കുന്നുണ്ടല്ലോ. സുബേർക്ക പറയുക, അയ്യോ തങ്കച്ചനത് തോന്നുന്നതാ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ചോരത്തിളപ്പിനൊന്നും ഒരു കുറവും വരില്ലല്ലോ. അതിൻ്റെതാ ഈ ചോദ്യം പറച്ചിലും ഒക്കെ. തങ്കച്ചനത് കാര്യമാക്കണ്ട, ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇത് കാര്യമാകരുത്. അങ്ങനെ കാര്യമായാൽ സുബേർക്ക നിങ്ങൾക്കാ നാണക്കേട്. വിഷ്ണുവിന് ഇതൊക്കെ കേട്ടിട്ടങ്ങ് കൈധരിച്ചങ്ങ് ദേഷ്യത്തോടെ നിൽക്കുവാണ്. തങ്കച്ചൻ വിഷ്ണുവിനെ നോക്കി ചോദിക്കുക, നീ ആരാടാ, ഗുണ്ടയാണോ? ഇതേ തങ്കച്ചൻ വാരനാട്. ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും, അല്ലേ കൊട്ടയിൽ വാരിക്കൊണ്ട് പോവും എന്നൊരു നാട്ടുപറച്ചിലുണ്ട് എന്നെക്കുറിച്ച് പൊതുവെ. അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. വിഷ്ണുവിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല. വിഷ്ണു ഇങ്ങനെ പതുക്കെ മുണ്ടൊക്കെ കുത്തി ഉടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പറയാ, നാട്ടിൽ എന്നെക്കുറിച്ചും ഉണ്ട് ചില വർത്തമാനങ്ങളെ, ഇതുപോലെ അതൊന്നും പേരിനോട് കൂട്ടിച്ചേർത്തൊന്നും പറയാറില്ല. അല്ലേടാ കമല? കമലൻ അത് കേട്ടിട്ട് നിന്ന് പൊട്ടിച്ചിരിക്കുവാണ്. വിഷ്ണു തങ്കച്ചനോട് പറയുക, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാനുമായിട്ട് മുട്ടിയവരാരും പിന്നെ മുട്ട് നിവർത്ത് നിന്നിട്ടില്ല. ഈ കാൽപാദത്തിൻ്റെ പിന്നിലൊരു പണിയുണ്ട്. നാട്ടുഭാഷയിൽ അതിനെ കുതികാൽ വെട്ടെന്ന് പറയും. വിഷ്ണു പല്ല് കടിച്ചിട്ട് പറയാ, എഴുന്നേറ്റ് നിൽക്കാനാവില്ല, ജീവിതകാലം മുഴുവൻ എഴഞ്ഞു നടക്കേണ്ടി വരും. വിഷ്ണുവിൻ്റെ ഈ വർത്തമാനമൊക്കെ ആയിട്ട് തങ്കച്ചനൊന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ പേടിയില്ലാത്ത പോലെ അവൻ അഭിനയിക്കുവാണ്. വിഷ്ണു പറയാ, അതായത് നേരെ നിന്ന് പിച്ച് തണ്ടാൻ പോലും പറ്റില്ല. അതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവനാടാ ഈ വിഷ്ണു. തങ്കച്ചൻ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കോളറെ കയറി പിടിച്ചിട്ടിടാ, ഭീഷണിപ്പെടുത്തുന്ന കയ്യൂക്കുള്ളവനെ. വിഷ്ണു ഒരു നോട്ടം നോക്കിയിട്ട് അവൻ്റെ കോളറെ പിടിച്ച് പൊന്ന എന്നും പറഞ്ഞൊരു പിടി. കയ്യൂക്കുണ്ടെന്ന് സ്വയം അങ്ങ് പറഞ്ഞാൽ മതിയോടാ. നമുക്കെതിരെ നിന്ന് നേരെ മുട്ടിയാലല്ലേ അത് അറിയാൻ പറ്റൂ. എന്നാ മുട്ടടാ, നിന്നെ തീർത്തിട്ടേ ഈ തങ്കച്ചൻ ഇവിടെ നിന്ന് പോകൂ.
എൻ്റെ തങ്കച്ച, നീ വാങ്ങിക്കെട്ടി തടി കേടാക്കാതെ എളുപ്പം സ്ഥലം വിടാൻ നോക്ക്. വിഷ്ണു പൊട്ടിച്ചിരിച്ചോണ്ട് പറയുക, എടാ മുട്ടടാന്ന് പറയുമ്പോഴും നിന്റെ ചങ്ക് ഇങ്ങനെ കിടന്ന് പടപടാ ഇടിക്കുന്നത് എനിക്ക് കേൾക്കാം. ഭയം അത് നിന്റെ കണ്ണുകളിൽ കാണാനും ഉണ്ട്. നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. കാരണം നീ എൻ്റെ ഒരു അടിക്കില്ലട പന്ന എന്നും പറഞ്ഞു അടിക്കാനോട്ട് ഓങ്ങുമ്പോൾ സുബേർക്ക പെട്ടെന്ന് തങ്കച്ചനെ പിടിച്ച് മാറ്റുവാണ്. തങ്കച്ച വിട്. തങ്കച്ച, നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ തരും. വിഷ്ണു ഇപ്പം ലോറിയും കൊണ്ട് പോകട്ടെ. തങ്കച്ചന് കിട്ടാനുള്ളത് കിട്ടിയില്ല. തങ്കച്ചൻ വീണ്ടും പറയാ, ഇവൻ്റെ അഹങ്കാരം. സുബേർക്ക പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുവടാ? ഞൊട്ടുവോ? എടാ കമല, നമ്മുടെ ജീപ്പിൻ്റെ ചാവിയും എടുത്തോണ്ട് വാ. അങ്ങനെ വിഷ്ണു തൻ്റെ ജീപ്പിൻ്റെ ആ ചാവി, സുബേർക്ക ഇവിടെ കൊടുക്കുന്ന ഈ 50,000 രൂപയ്ക്ക് ഈടായിട്ട് എൻ്റെ ആ വണ്ടി എടുത്തോ. ഞാൻ പണം തരുമ്പോൾ എനിക്ക് എൻ്റെ വണ്ടി തിരിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞ് വിഷ്ണു സുബേർക്കയുടെ കയ്യിലോട്ട് ആ വണ്ടിയുടെ ചാവി അങ്ങ് വെച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ട് തങ്കച്ചൻ മനസ്സിൽ പറയുക, ഇവനപ്പം ചില്ലറക്കാരനല്ല, പിടിപ്പുള്ളവനാ. അപ്പോൾ ഇവനുള്ള പിടി മാറ്റി പിടിക്കേണ്ടി വരും. സുബേർക്ക പറയുക, ഇതൊന്നും വേണ്ട വിഷ്ണു, വണ്ടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വേണ്ട സുബേർക്ക, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. ഈ കാശ് ഞാൻ ആറ്റിൽ കളഞ്ഞതായിട്ട് കണക്കാക്കിക്കോളൂ. എന്നിട്ട് വിഷ്ണു അവന്മാരോട് പറയുവാണ്, എന്നാലിനി പോകാവല്ലോ നേതാക്കന്മാരെ. കമല, കേരടാ വണ്ടിയിലോട്ട് എന്നും പറഞ്ഞ് വിഷ്ണുവും കമലിനും കൂടെ ലോറി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. വിഷ്ണു അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ട് സുബേർക്ക മനസ്സിൽ പറയുക, ഇവനാണ് ആണ്. ഇവന്മാരെ പോലെ ഉള്ളവന്മാരെ ഒതുക്കാൻ ഇങ്ങനെ ഉള്ളവൻ തന്നെ വേണം. വിഷ്ണു, നിന്റെ തുടക്കം ഗംഭീരമായടാ. കമലൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ വണ്ടി പണയം വെക്കേണ്ട കാര്യമില്ലായിരുന്നു ആശാനെ. എടാ, കയ്യിൽ പൈസ ഇല്ലാതായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട് തന്നെ പോകുന്ന അവസ്ഥയിലാ. ചന്ദ്രബോസ് ഇങ്ങനെ അവൻ്റെ ജീപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സുസ്മിത വിളിക്കുന്നുണ്ട്. ഒരു മുയൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, എന്തായിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതൊരു സാധാരണ മുയൽക്കുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് വീര്യം കൂടിയ മുയൽക്കുട്ടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് കൂടാ പണിയാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചിറ്റപ്പ, എത്ര വലിയ ഇരുമ്പ് കൂടാണെങ്കിലും അവളുടെ സമയം വെച്ച് അതും പൊട്ടിക്കാനാ സാധ്യത. അതുകൊണ്ടെന്ന് അറിഞ്ഞു നിന്നോണം. എടി, ഈ വല ഒരുക്കുന്നതും കെണി വെക്കുന്നതും ഒക്കെ ഈ ചന്ദ്രബോസാ. എൻ്റെ കെണിയിൽ നിന്ന് അവൾ രക്ഷപ്പെടണമെങ്കിലേ അവളൊന്ന് അറിഞ്ഞ് പരിശ്രമിക്കേണ്ടി വരും. അവൾ എത്ര പരിശ്രമിച്ചാലും ഞാൻ ഇപ്പോൾ തീർക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് അവൾ പുറത്തോട്ട് വരില്ല. അത്തരമൊരു പൂട്ടാമോളെ ഞാൻ പൂട്ടിയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ കെണിയിലോട്ട് വീഴാൻ വരുന്നവളുടെ അവസ്ഥ എന്താ? ഒടുക്കത്തെ ഭാഗ്യം അവിടെ ഉച്ചിയിൽ ഉദിച്ചു നിൽക്കുന്നവളാ. കണക്കുകൂട്ടലുകൾ മാറിപ്പോകാൻ നിമിഷങ്ങൾ മതി ചിറ്റപ്പ. എൻ്റെ ഈ ഓപ്പറേഷൻ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് എൻ്റെ മോൾക്ക് എന്താ സംശയമുണ്ടോ? എപ്പോഴും ഇല്ലാത്ത ഒരു ടെൻഷൻ എനിക്കിപ്പോൾ നിന്റെ വാക്കുകളിൽ കാണുന്നുണ്ട്. അത് ഈ പിശാച് പിടിച്ചവളുടെ കാര്യം ആയതുകൊണ്ടാ ചിറ്റപ്പ. നമ്മൾ എന്തെല്ലാം നോക്കി ഇവളെയും അവനെയും കൂടെ തീർക്കാനായിട്ട്, പക്ഷെ കഴിഞ്ഞില്ലല്ലോ. അവന്റെ ചാവടിയന്ത്രത്തിന്റെ ഡേറ്റ് വരെ നമ്മൾ കുറിച്ചതല്ലേ. എന്നിട്ട് വല്ലതും നടന്നോ? ചിറ്റപ്പൻ ഓരോന്ന് പ്ലാൻ ചെയ്യും, പിന്നെ അത് നടപ്പിലാക്കാൻ നോക്കും, അതങ്ങ് പരാജയപ്പെടുകയും ചെയ്യും. അവസാനം ആ വിഷ്ണു വന്ന് ചിറ്റപ്പനെ എടുത്തിട്ട് പെരുമാറും. എടി, നീ ഒരുമാതിരി ഇങ്ങനെയൊക്കെ പറയാതെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും. എൻ്റെ ചിറ്റപ്പ, ചിറ്റപ്പൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. നടന്നു വരുന്ന പതിവ് കലാപരിപാടികളുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞെന്നേ ഉള്ളു. അങ്ങനെ ഇനി സംഭവിക്കരുത്, അതിനു വേണ്ടിയൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നാൽ എൻ്റെ മോള് കേട്ടോ, ശാലിനി വന്ന് കേറാൻ പോകുന്നതേ കാലന്റെ ബന്ധുവീട്ടിലേക്കടി. ഈ ബന്ധുവീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല ചിറ്റപ്പ. നമ്മളുടെ പദ്ധതികളൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ ശാലിനി കുറച്ചു നാളത്തേക്ക് ആ ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത്. എനിക്ക് അത്രയേ വേണ്ടൂ. എൻ്റെ മോളെ, അവൾ ഈ കളക്ടർ കസേരയിൽ ഇരിക്കുന്നത് മാത്രമല്ല, അവൾ ഈ ഭൂമിയുടെ മുകളിൽ പോലും ഇരിക്കില്ല. അതിനുള്ള പണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാടി മോളെ നിന്റെ ഈ ചിറ്റപ്പൻ പോകുന്നത്. അല്ല, ചിറ്റപ്പൻ ഇത് എങ്ങോട്ടാ പോകുന്നേ? എടി, അവള് തീർന്നു എന്ന് ഉറപ്പ് വരുത്താനേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം. അവളുടെ മൂക്കിൻ തുമ്പത്ത് ഇങ്ങനെ വിരൽ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടേ അതിനുള്ള പോക്കാടി നിന്റെ ചിറ്റപ്പൻ. ശാലിനി ഇപ്പൊ ഫുള്ളായിട്ട് എന്റെ നിയന്ത്രണത്തിലാ. ഏത് നിമിഷവും അവൾക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. സുസ്മിത പറയുക, ദൈവമേ, ശാലിനി വിഷ്ണു എന്ന പേരിൽ നിന്നും ശാലിനി വിട്ടൊഴിയാൻ പോന്നു. ചിറ്റപ്പ, ആളെവിടെ വരെ എത്തിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഈ ചമ്പാട് എസ്റ്റേറ്റിന്റെ ക്രോസ് ചെക്കിങ്ങിനായി ഇപ്പോൾ അവളവിടെ എത്തും. അതിനു മുൻപായിട്ട് എൻ്റെ ഒരാൾ അവളെ അങ്ങ് ക്രോസ് ചെയ്യും. അതോടെ ആ ശാലിനി വിഷ്ണുവിന്റെ കഥ കട്ടപ്പുക. സുസ്മിത പറയുക, മൂക്കിലെ പഞ്ഞിയും വെച്ചുള്ള പൊതുദർശനം ഉണ്ടാകണം. എങ്കിലേ എനിക്ക് മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ട് അവളെ ഒന്ന് പോയി കാണാൻ പറ്റൂ. അല്ല ചിറ്റപ്പ, ഈ റീത്തിൽ എന്തെഴുതും? എൻ്റെ പേരെങ്ങാനും എഴുതി വെച്ചാൽ ചത്തതാണെന്നോ അവള് വിചാരിക്കില്ല. എഴുന്നേറ്റ് വന്ന് ആ റീത്തെടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിയും.
വല്ല അജ്ഞാത സുഹൃത്തെന്ന് എഴുതിയാലോ ചിറ്റപ്പ? എടി മോളെ, നീ റീത്തും വാങ്ങി വെച്ചോണ്ടിരുന്നോ? മരണവാർത്തയുമായിട്ടേ ചിറ്റപ്പനിപ്പ വിളിക്കാം. എനിക്ക് ആ വാർത്ത ചിറ്റപ്പൻ പറഞ്ഞറിയണ്ട. ഞാൻ വീട്ടിലോട്ട് ചെന്ന് ന്യൂസ് വെച്ചിരിക്കാം. ഞാനത് TV-യിലൂടെ അറിഞ്ഞോളാം. ആ ന്യൂസ് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് ഞെട്ടണം. സന്തോഷം കൊണ്ടുള്ള ഞെട്ടൽ. എന്നാ ശരി ചിറ്റപ്പ, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ എന്നും പറഞ്ഞ സുസ്മിത TV വെച്ച് ന്യൂസ് കാണാൻ പോവുകയാണ്. നമ്മുടെ ശാലിനി ഇങ്ങനെ കളക്ടർ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശാലിനിയാണെങ്കിൽ ആർക്കോ ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രബോസ് വഴിയിൽ കെണിയൊരുക്കിയതൊന്നും പാവം ശാലിനി അറിഞ്ഞില്ലല്ലോ. ശാലിനിയും അനുവും രാമുവേട്ടനും ഒക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. രാമുവേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ നമ്മൾ വൈകിയില്ലല്ലോ? ഇല്ല രാമുവേട്ട. അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് തടിക്കഷ്ണങ്ങളൊക്കെ പെറുക്കി വെച്ച് വഴി അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുവാണ്. അയ്യോ രാമുവേട്ട, വഴി ബ്ലോക്കാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ മോളെ. ശാലിനിയും അനുവും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അങ്ങോട്ട് നോക്കാനായിട്ട്. മോളെ, ഇതാരോ മനഃപൂർവ്വം വെച്ചതുപോലെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ആരാ ഇങ്ങനെ ചെയ്തത്? അനു പറയുവാ, രാവിലെ എനിക്കൊരു കോൾ വന്നിരുന്നു മാഡം. മേഡത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾഡ് ചോദിച്ചുകൊണ്ടായിരുന്നു കോള്. അങ്ങനെയാണെങ്കിൽ ഇത് മനഃപൂർവ്വം വെച്ചിരിക്കുന്നത് തന്നെയാ. എൻ്റെ ഈ വരവ് തടയാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച ഒരു തടസ്സം. എന്താ മേഡം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്? ഇതിപ്പോൾ എടുത്തു മാറ്റിയാലല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മുന്നോട്ട് പോകാതെ വന്ന കാര്യം സാധിക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ രാമുവേട്ട? നമുക്കൊന്ന് ഒത്തുപിടിച്ച് നോക്കിയാലോ? അതിനെന്താ, ഞാൻ റെഡിയാ മോളെ. പെട്ടെന്ന് അനു പറയുന്നുണ്ട്, മേഡം ഇവിടുത്തെ ലോക്കൽ പോലീസിനൊന്ന് ഇൻഫോം ചെയ്യട്ടെ. ഇവിടെ പെട്ടുപോയാലും നമുക്ക് തിരിച്ചു പോകണമല്ലോ. അവരങ്ങനെ അവിടെ തടിയൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈക്കിൽ 2 പേര് വരുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ കണ്ടാലറിയാം അവന്മാർ ഗുണ്ടകളാണെന്ന്. അവർ വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി, ഞങ്ങൾ സഹായിക്കണോ? 2 പേരില്ല ഒരു ഗുണ്ട പറയുക, നല്ല കാതലുള്ള തടിയാ, അനക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. 1-2 പേരെ കൂടെ വിളിക്കേണ്ടി വരും. എന്നാൽ പിന്നെ അവരെ കൂടെ വിളിക്കടാ, നമ്മുടെ കളക്ടറല്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഇവന്മാർ പറയുന്നു, ഏതോ കുരുത്തക്കെട്ടവന്മാർ കുറേ തടികളൊക്കെ ഇവിടെ വെച്ച് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു, ഒന്ന് വന്ന് ഒതുക്കി കൊടുക്കടാ. അതിലൊരുത്തൻ ശാലിനെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറയുന്നു, ഇതിപ്പോൾ എനിക്ക് മാത്രം ഒതുക്കാനുള്ളതേ ഉള്ളു മേഡം, വഴി ബ്ലോക്കാ, അപ്പുറത്തേക്ക് വണ്ടി പോവില്ല. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താന്ന് വെച്ചാൽ മേഡത്തിനെ പൊക്കിയെടുത്ത് അപ്പുറത്തോട്ടാക്കി തരാൻ പറ്റും. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈക്ക് കയറി പിടിക്കുവാണ്. ശാലിനി കൈവിടെന്നും പറഞ്ഞ് ശാലിനി കിടന്ന് കുതിറുവാണ്. വിടറാ എന്നും പറഞ്ഞ് രാമേട്ടൻ ഓടി വരുന്നു. അനുവും കിടന്ന് പിടിക്കുന്നുണ്ട്. വിടറാ, മേഡത്തിനെ വിടറാ എന്നും പറഞ്ഞ് അവന്മാർ അനുവിനെയും രാമേട്ടനെയും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 4 പേര് ചേർന്ന് രാമേട്ടനെ അങ്ങ് വളഞ്ഞ് മുറുക്കി പിടിച്ചു കഴിഞ്ഞു. ശാലിനി വിട്, എൻ്റെ കയ്യേന്ന് വിടെന്നൊക്കെ പറയുമ്പോൾ നീ അവിടെ കണ പിടയ്ക്കാതിരി. നീ ആരാടി, ജാൻസി റാണിയോ? നിന്റെ അന്ത്യകുദാശയ്ക്കുള്ള അച്ചാരവും വാങ്ങിയിട്ടാടി ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു കളക്ടർ ഇനി ഭൂമിയിൽ വേണ്ട. ഓടാൻ ശ്രമിക്കുന്ന ശാലിനെ പിടിച്ച് വലിക്കുവാണവൻ. അയ്യടി, നീ അങ്ങനെ അങ്ങ് പോയാലോ? നിന്റെ കളക്ടറുടെ ഹുങ്ക് എൻ്റെ അടുത്ത് വേണ്ട. അവൻ ശാലിനിയുടെ കരണ താഞ്ഞൊരടി. ശാലിനി ഇങ്ങനെ ഉരുണ്ട വണ്ടിയുടെ പുറത്തു പോയി അങ്ങ് വീഴുവാണ്. അയ്യോ മോളേന്ന് പറഞ്ഞ് രാമുവേട്ടൻ കിടന്ന് നിലവിളിക്കുവാണ്. ആ ആത്മാർത്ഥത കൂടിയ ഡ്രൈവറെ എടുത്ത് ആ കൊക്കയിലോട്ടിട്ടേരെ, കൊണ്ടുപോടോ അവനെ എന്നിങ്ങനെ പറയുമ്പോൾ അവന്മാർ രാമുവേട്ടനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ശാലിനി ഓടി വന്ന് രാമുവേട്ടനെ വിടെന്നും പറഞ്ഞ് അവിടെ കിടന്ന് പിടിക്കുവാണ്. അവന്മാരെല്ലാം കൂടെ രാമുവേട്ടനെ ഇട്ട് പിടിക്കുകയും വലിക്കുകയും, കുറച്ച് പേര് അനുവിനെ കയ്യെ പിടിച്ചിട്ട് വലിക്കുന്നു, ശാലിനിയെ കയ്യെ പിടിച്ചിട്ട് വലിക്കുന്നു. അങ്ങനെ ആകെ അവിടെ ഒരു പിടിവലിയും ബഹളമാണ് നടക്കുന്നത്. ശാലിനി ഉറക്ക നിലവിളിച്ച് പറയുവാണ്, രാമുവേട്ടനെ ഒന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. അവിടെ ഒരു കൊക്കയുണ്ട്, പാമ്പും പഴുതാരയൊക്കെ ഉള്ളൊരു കൊക്ക. അയാളെ അതൊന്ന് കാണിക്കാൻ കൊണ്ടുപോവുക. അങ്ങനെ അവിടെ ഒരു ഭയങ്കര പിടിവലിയും ബഹളവും കരച്ചിലും ഒക്കെ നടക്കുമ്പോൾ ദാ വരുന്ന നമ്മുടെ വിഷ്ണുവിൻ്റെ ലോറി. ഒരു ലോറി വരുന്നത് കണ്ട് ശാലിനി ഇങ്ങനെ വെപ്രാളത്തോടെ നോക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ആ ലോറിയിൽ നിന്ന് തലയിട്ട് നോക്കുന്നത് ആരാ? നമ്മുടെ വിഷ്ണു. അവൻ്റെ പ്രാണപ്രിയയുടെ കയ്യിലാണ് ഗുണ്ട പിടിച്ചിരിക്കുന്നത്. വിഷ്ണുവിനെ കണ്ടതും ശാലിനിക്ക് അവളുടെ ആ മരണവെപ്രാളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം. ദൈവമേ, ആ ഗുണ്ടകളുടെ സ്ഥിതി ഇനി എന്താകുമെന്ന് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ശാലിനിയുടെ കൈക്ക് പിടിച്ചവനെ ആരെയായാലും വിഷ്ണു ജീവനോടെ വെച്ചേക്കുവോ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഗുണ്ടകളുടെയും ഗുണ്ടകളെ വിട്ട ആൾക്കാരുടെയും ഗതി എന്താകുമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.